ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളി ഒരു ചിക്കൻ റോളാണ് കാണിക്കുന്നത്. ഒരു മധുരൈ സ്പെഷ്യൽ പൊറോട്ട റോളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയ സാധനം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ഡെയിലി ഉണ്ടാകുന്ന ഒരു സാധനമാണ് ചോറ്. പുഴുങ്ങലരിൻ്റെ ചോറാണ് കേട്ടോ. അത് പൊന്നിയരിൻ്റെതോ കുറുവരിൻ്റെതോ ഏതായാലും കുഴപ്പമില്ല, പുഴുങ്ങലരി ആയാൽ മതി. അതിൻ്റെ ചോറ് ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിന് കുറഞ്ഞ വെള്ളത്തിൽ നല്ല കട്ടിയിൽ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുക്കുക, കുറഞ്ഞ വെള്ളത്തിലിട്ടോ നല്ല കട്ടിയിൽ അരച്ചെടുക്കുക. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയതായിട്ട് ഒരു തരിയോ ചോറിൻ്റെ തരിയൊറ്റയിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റോള് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ കണ്ണി അടുത്തിട്ടുള്ള ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ഉണ്ടാക്കുമ്പോൾ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ റോൾ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് ഈ ഒരു ഇങ്ങനെ തരി ഏറ്റവും അതിലിടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ശരിയായി കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കേട്ടോ. മാക്സിമം വെള്ളം കുറച്ചിട്ട് തന്നെ അരിച്ചെടുക്കുക. ഇപ്പോൾ അത് നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദപ്പൊടിയാണ് വേണ്ടത്. ഒരു 4 കപ്പാണ് വേണ്ടത് കേട്ടോ. നമ്മൾ 2 കപ്പ് ചോറെടുത്തതിന് അതിൻ്റെ ഡബിൾ പൊടിയാണ് വേണ്ടത്. 4 കപ്പ് മൈദപ്പൊടി ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിൽ എക്സ്ട്രാ വെള്ളം ചേർക്കരുത്. ഇത് മാത്രം വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഒരു സ്റ്റിക്കി പാകത്തിലാണ് ഉണ്ടാവുക, ചെറുതായിട്ടൊരു സ്റ്റിക്കി പാകത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചോറാണല്ലോ, അതുകൊണ്ട് ചെറുതായിട്ടൊന്നും ഒട്ടുന്ന പോലെ ഉണ്ടാവും. കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഒരു ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. നമ്മളൊരു ചപ്പാത്തിക്ക് സാധാരണ എടുക്കുന്ന എത്ര വലുപ്പത്തിലാണോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ആ ഒരു സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതായത് ഈ ഒരു സൈസിലുള്ള ബോളായിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക, ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു ചെറുതായിട്ടൊരു ഒട്ടലുള്ളതുകൊണ്ട് കൈമേലൊന്ന് എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് കയ്യിലൊന്ന് തൊട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക, ആ ഒരു പൊടി മൊത്തം. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്കൊരു 14 ഉരുളാണ് കിട്ടിയത് കേട്ടോ. 14 റൊട്ടിക്കുള്ള ഉരുളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ വേറൊരു ടേസ്റ്റിലേക്ക് വരും. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നല്ലത് അങ്ങനത്തെ വേറെ ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കലാണ്. അപ്പോൾ അത് ആ പാത്രത്തിൽ അടിയിലൊന്ന് ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു ഉരുള വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണ പരത്തിയതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൈ കൊണ്ട് പരത്തുന്നതിന് പകരം നിങ്ങൾക്ക് ഓയിൽ വെച്ചിട്ട് പരത്തണമെങ്കിൽ പരത്തട്ടോ. പക്ഷേ ഒരുപാട് അങ്ങ് പരത്തേണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ മതി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പൂരിനെക്കാട്ട് വലുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. അപ്പോൾ അതാ ഉണ്ടോ, 2 ഭാഗവും തിരിച്ച് മറിച്ച് വിട്ട് 2 ഭാഗത്തും എണ്ണ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ അതാ കംപ്ലീറ്റ് ഞാൻ ഇതേപോലെ പരത്തി ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെക്കുകയാണ്. ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കുന്ന ആ ഒരു സമയം മതി കേട്ടോ, റെസ്റ്റ്. നമ്മൾ ആ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്നവരെ ഇതൊന്ന് മൂടി വെക്കുക, കവർ ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ആ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സൈസുള്ള ഒരു 2 അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 3 ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് വാടിയാൽ മതി കേട്ടോ, ഒരുപാട് അങ്ങ് വഴറ്റി സോഫ്റ്റ് ആക്കി എടുക്കണ്ട, ചെറുതായിട്ട്. അപ്പോൾ അത് ഈ ഒരു പാകം മതി കേട്ടോ, ഇങ്ങനെ മതി. കാരണം കടിക്കാൻ ഒരു കിട്ടുന്ന രീതിയിൽ ഒരു ക്രഞ്ചി ഫീലിങ്ങിലാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ അത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യുന്നത് ഇതൊരു ട്രിക്കാണ് കേട്ടോ. ചിക്കൻ കറിയാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ ചിക്കൻ കറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതലായി പോകരുത്, കാരണം ഇതിൽ നമുക്ക് പറ്റി കിട്ടൂല. അപ്പോൾ അത് 2-3 ടേബിൾ സ്പൂൺ ചിക്കൻ കറി. അത് തേങ്ങാപ്പാലൊന്നും ഒഴിക്കാത്ത കറി ആയിരിക്കണം, മല്ലിമുളകും മാത്രം ഇട്ടിട്ടുള്ള. ഇനി അത് ഒഴിച്ചതിന് ശേഷം ഒരു വലിയ സൈസുള്ള ഒരു തക്കാളി ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയിട്ട്, ഒന്നും ഒരുപാട് ഇട്ടങ്ങ് വഴറ്റിയൊന്നും ചെയ്യേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫില്ലിംഗ് ആണ്. ഇനിയിപ്പോൾ ആ തക്കാളി ഒന്ന് ഇതായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ ഈ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കട്ടോ, പിന്നെ കടിക്കുന്ന സമയത്ത് മുളക് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു 3-4 പീസ് ഞാൻ ചിക്കൻ കറിയിൽ നിന്ന് എടുത്ത ചിക്കനാണിത്, അതൊന്ന് പിച്ചി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കറിയിൽ നിന്ന് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ പീസ് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഇങ്ങനെ എടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ അടുത്ത് കറിയിലുള്ളതുകൊണ്ട് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ചിക്കൻ തന്നെയാണ് എടുത്തത്. എന്നിട്ട് ആ ഒരു ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം ചിക്കനിൽ ഉപ്പുണ്ട്, അതുപോലെ കറിയിലും ഉപ്പുണ്ട്. ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് ബാക്കിയുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് എനിക്ക് ഇവിടെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ 2-3 ടേബിൾ സ്പൂൺ കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ചിക്കനും ഇട്ടാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന ഗരം മസാല ആണ് 1 ടീസ്പൂൺ കേട്ടോ. നമ്മൾ കറികളിലൊക്കെ എടുക്കുന്ന ഗരം മസാല. ഗരം മസാലൻ്റെ അതുപോലെ ബിരിയാണി മസാലൻ്റെ ഒക്കെ റെസിപ്പി എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒരു 1/2 കപ്പ് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് ഇട്ടാൽ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് മല്ലിയിലയും അതേപോലെ തന്നെ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ അത് നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു പരത്തി വെച്ച മാവാണിത്.
ആ ഒരു സമയം മതിയിട്ട് ഒരു 10-15 മിനിറ്റ് മിനിമം, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെയാണ് ഒരു മാക്സിമം കേട്ടോ അതിൻ്റെ റെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതാ അതിൽ നിന്ന് ഓരോന്ന് എടുക്കുക. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണ പരട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കയ്യിൽ രണ്ടിലും ഇങ്ങനെ എണ്ണ ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് ഇതിനൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. പെട്ടെന്ന് ഈസിയാണ് കേട്ടോ, തൊടുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ പരന്ന് വരും. കാരണം ഓൾറെഡി ഇത് നല്ല സോഫ്റ്റായ മാവാണ്, പിന്നെ ചോറല്ലേ ഇതിലുള്ളത്, അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി മൈദപ്പൊടിയും നമ്മൾ എണ്ണയിൽ പരട്ടി വെച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. എവിടെയും തടിയൊന്നും ഇല്ലാണ്ട് നല്ല എന്താ പറയുക, അറ്റത്തും വരുന്ന ഭാഗത്തും സൈഡും സെൻറ്ററും എല്ലാം നന്നായിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. ഇപ്പോൾ അത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഫില്ലിങ് വെക്കണ്ട, കാരണം അത് റോൾ ചെയ്ത് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകും. അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നീളത്തിൽ ഇങ്ങനെ അത്യാവശ്യം വേണ്ടി ഫില്ലിങ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റോളായിട്ട് കവർ ചെയ്ത് എടുക്കണം കേട്ടോ. ഇപ്പോൾ അതാ ഒരു ഭാഗത്തുനിന്ന് ഇതിനെങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഇതേപോലെ അങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കാം. നമ്മൾ ആ ഒരു റോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ സ്പ്രിംഗ് റോളൊക്കെ നമ്മൾ എങ്ങനെയാണ് മടക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ്. അപ്പോൾ അതാ ഇതിനെ നമുക്കിനി ഉരുട്ടിയെടുക്കാം. ശ്രദ്ധിച്ച് ഉരുട്ടുക, പെട്ടെന്ന് പൊട്ടിപ്പോകും. ഭയങ്കര നൈസാണ് നമ്മളെ പൊടി, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ കെയർ ചെയ്തിട്ട് ഇതാ ഉരുട്ടിയെടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ട ഈ ഒരു രീതിയിൽ. പിന്നെ ഒരു കൈ കൊണ്ട് എടുക്കരുത് കേട്ടോ, എപ്പോഴും എടുക്കുമ്പോൾ രണ്ട് കൈ വെച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇതാ ഫസ്റ്റ് റോൾ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ വീശാൻ അറിയുന്നവർക്കുള്ളത് കാണിച്ചു തരാം. ആദ്യം കാണിച്ചത് വീശാൻ അറിയാത്ത ആൾക്കാർക്കുള്ളതാണ്. അപ്പോൾ വീശാൻ അറിയുന്ന ആൾക്കാർ ഇതാ ഇതുപോലെ ഒന്ന് വീശിയെടുക്കുക. വീശാൻ അറിയാന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ടാസ്ക് ഒന്നുമല്ല. 2-3 പ്രാവശ്യം ഒന്നും ഇങ്ങനെ വീശി നോക്കിയാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് വീശിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നല്ല നൈസായിട്ട് വീശിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇതിലും നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം നമ്മൾ കുറച്ച് ഫില്ലിങ് നീളത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് റോളാക്കി എടുക്കുക. ഇപ്പോൾ 2 രീതി കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഇതിനൊന്ന് പരത്തിയെടുത്താൽ മതി. കൈവച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ പരത്തി നൈസാക്കി എടുക്കുക. എല്ലാം നിങ്ങൾക്ക് വീശാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് വീശിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. രണ്ടും ഈസി മെത്തേഡാണ് കേട്ടോ. ഇനി ഇതാ ഇതിനൊന്ന് മെല്ലെ റോൾ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു നൈസായിട്ടുള്ള തിന്ന് ഷീറ്റാണിത്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഉള്ളത്തെ മസാല കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിനെ എടുക്കാനും അതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കാനൊക്കെ കേട്ടോ. അപ്പോൾ അതാ ഇനിയിപ്പോൾ അതാ ഒരു 4 ഉരുളക്കുള്ള മാവ് ഫില്ലിംഗ് ഇല്ല. അപ്പോൾ ഞാൻ 4 എണ്ണം പൊറോട്ട ആയിട്ട് ചുരുട്ടി വെച്ചതാണ്. ഇപ്പോൾ നമ്മൾ റോളൊക്കെ ഇവിടെ റെഡി ആയി. അതുപോലെ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് വിട്ടിട്ടേ വെക്കാൻ പാടുള്ളൂ. ഒന്നിനോട് തൊട്ട് നിൽക്കരുത്, അപ്പോൾ അത് ഒട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഒരു സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ ഓരോ റോളും വെക്കാൻ പാടുള്ള. ഇങ്ങനെ അതാ കംപ്ലീറ്റ് ഞാനിവിടെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഒരു പാന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാന് ചൂടായാൽ അതിലേക്ക് ഓയിലോ എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക. ഒരു 4-5 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ വേണ്ടി വരും കേട്ടോ. ഓയിൽ അങ്ങനെ കുടിക്കൊന്നുമില്ല, അതിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇത് ചുട്ടെടുക്കാം. അല്ലാണ്ട് ഇത് ഒഴിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഈ ഒരു ഓയിൽ തീർന്നു പോകുന്നില്ല. അപ്പോൾ അതൊരു 3 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നീക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 എണ്ണം നമുക്ക് ഒരേ സമയത്ത് ചുട്ടെടുക്കുക. അതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒന്നിനോട് തട്ടിയിട്ട് വെക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ വിട്ട് വെച്ച് കൊടുക്കുക. ചെറിയ സിമ്മിലായിരിക്കണം ചെയ്യണത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഒരു 3-4 മിനിറ്റ് ഒരു ഭാഗം ഒന്ന് ആയിക്കഴിഞ്ഞാൽ മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 സ്പൂണോ കയ്യിലോ എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം അത് കുറച്ച് നീളമുള്ള റോളുമാണ്, അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റാണ്, പെട്ടെന്ന് ഇത് പൊട്ടിപ്പോവും. അപ്പോൾ അതൊരു ഭാഗം ഒന്നായപ്പോൾ ഞാൻ രണ്ടാമത്തെ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സിമ്മിൽ തന്നെ പൊരിച്ചെടുക്കുക. അതേപോലെ 2 ഭാഗം പൊരിഞ്ഞതിന് ശേഷം നമ്മളിതാ ഈ ഒരു സൈഡ് ഭാഗമില്ല, അതിങ്ങനെ ഒന്നിങ്ങനെ ഓരോ ഭാഗം വെച്ച് കൊടുത്താൽ സൈഡും ഒന്നിങ്ങനെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഇതേപോലെ തന്നെ ഇങ്ങനെ എണ്ണയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുക. തീരെ കൂട്ടി കൊടുക്കരുത്, സിമ്മിൽ വെക്കണം. എന്നിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കാരണം നമ്മളിങ്ങനെ റോൾ ചെയ്ത് വന്നുകൊണ്ട് ഉള്ളിലുള്ള എല്ലാ ഷീറ്റും നമുക്കിത് വെന്ത് കിട്ടണം. അതിനാണ് നമ്മൾ സിമ്മിൽ ചെയ്യാവൂ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ഫസ്റ്റ് ഇട്ട 3 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല, അവർ ഒഴിച്ച എണ്ണ ഞാൻ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അത് അതേപോലെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. എണ്ണ കുടിക്കുക അങ്ങനെ ഒന്നും ചെയ്യൂല. അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള റോൾ ഇവിടെ റെഡിയായി. അപ്പോൾ അതാ ഫസ്റ്റത്തെ 3 എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാ റോളും ഞാനിവിടെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട റോളാണിത്. നമ്മൾ സാധാരണ പൊറോട്ട റോൾ എന്ന് പറയുന്നത് പൊറോട്ട ചുട്ടതിന് ശേഷം അതിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു റോളാണ്. ഇത് നല്ല ക്രിസ്പിയാണ്. പക്ഷേ ഇത് ഒരുപാട് നേരം അങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കൊന്നുമില്ല കേട്ടോ. ചൂടോട് കൂടി മാത്രമാണ് ഇതൊരു ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. കുറച്ച് സമയം കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും തിന്നാൻ ടേസ്റ്റ് തന്നെയാണ്. ആ ഒരു ടേസ്റ്റ് കുറേ ഒന്നും ചെയ്യൂല കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഫില്ലിംഗ് ഒന്നും വേണ്ട, കുറഞ്ഞ ഫില്ലിങ്ങിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ ഈസിയാണ് ഉണ്ടാക്കാൻ, ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇത് ഫില്ലിങ് വെക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ടിയില്ല.
അത് കണ്ട ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ഫില്ലിംഗ് ആണ്, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ചിക്കൻ വെച്ചിട്ടോ എല്ലാം അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോളാണ് ഇത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് മധുരൈത്തെ ഒരു സ്പെഷ്യൽ പൊറോട്ട റോളാണ് കേട്ടോ. അവരിത് പൊറോട്ട റോൾ എന്നാണ് പറയുക. തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. സ്നാക്കായിട്ടും ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമുക്കൊരു മെയിൻ കോഴ്സ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ. നമുക്ക് ഫംഗ്ഷനിലൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും സൽക്കാരത്തിലൊക്കെ വിളമ്പാൻ പറ്റിയ അടിപൊളി സാധനം. അപ്പോൾ ശരി, ഇനി അസ്സലാമു അലൈക്കും, അടുത്തതിൽ കാണാം.